ഇത്തവണ വോട്ട് ചെയ്യുന്നത് പാർട്ടിയെ നോക്കിയിട്ടാണോ അതോ വ്യക്തിയെ നോക്കിയിട്ടാണോ അച്ഛൻ വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ പാർട്ടിയെ നോക്കുന്നുണ്ട്, വ്യക്തിയെ നോക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിട്ട് കുറച്ചുകൂടി നല്ലത് മേജർ രവി. മേജർ രവി നല്ല കാൻഡിഡേറ്റ് ആണ്, നല്ല കപ്പാസിറ്റി ഉള്ള ആളാണ്, നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആളാണ്. കുറച്ചുകൂടി ഊർജ്ജസ്വലനായ ഒരാളാണ്. പിന്നെ എന്ന് മാത്രമല്ല നമ്മളുടെ രാജ്യത്തിന് വേണ്ടി അങ്ങേയറ്റം ത്യാഗം ചെയ്ത ഒരാളും കൂടിയാണ്. വ്യക്തിഗതമായിട്ടാണോ അതോ പാർട്ടി ബേസ് ചെയ്തിട്ടാണോ എന്ന് പറയാം? പാർട്ടി ബേസ് ചെയ്തിട്ടൊന്നല്ല, നമുക്ക് വ്യക്തിപരമായിട്ടാണ്. പാർട്ടി ബേസ് ആയിട്ട് പറയല്ല, ആള് മിലിറ്ററി മാൻ ആവുകൊണ്ട് ആള് നല്ലൊരു വ്യക്തിയാണ്. ഇനിയിപ്പോൾ ഇതിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയോണ്ടല്ല. BJP വരണം, മാറ്റങ്ങൾ ഉണ്ടാവും. ഇത്തവണ മേജർ വിസാരാണല്ലോ, ഭരണം മാറ്റേണ്ട ഒരു വികസനം ഉണ്ടാവും കേരളത്തിൽ. തീർച്ചയായും വ്യക്തിയെ നോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇലക്ഷൻ വരുന്ന സമയത്ത് ഇവർ രണ്ടാമത് കൈകോർത്ത് BJP തോൽപ്പിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. BJP വന്നാൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് എൻ്റെ അഭിപ്രായം പറയാനുള്ളത്. അദ്ദേഹത്തെ നമുക്ക് 100% വിശ്വസിക്കാം. അദ്ദേഹത്തിന് മറ്റുള്ള രാഷ്ട്രീയക്കാരെ പോലുള്ള ഒരു കപടമുഖം ഇല്ല എന്നാണ് എൻ്റെ അറിവിലും വിശ്വാസത്തിലും. ഇത്തവണ നമ്മുടെ മേജർ രവി സാറാണ് BJP നിൽക്കുന്നത്. തീർച്ചയായിട്ടും സാർക്ക് വേണ്ടി വോട്ട് നൽകണമെന്നാണ് ആഗ്രഹം. മാറ്റങ്ങൾ വരുത്താനാണല്ലോ. എൻ്റെ വോട്ട് മേജർ രവി സാറിനാണ്. അദ്ദേഹത്തിന് വോട്ട് ചെയ്യണമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ ഫാമിലി. മേജർ രവിക്ക് എല്ലാവിധ ആശംസകളും. എല്ലാവിധ ആശംസകളും.